ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി മഷ്റൂം റൈസ് ഉണ്ടാക്കിയാലോ. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ രുചിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി എല്ലാവരും കാണാൻ മറക്കല്ലേ. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് പുതിന ഇലയും മല്ലിയില, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കൂടാതെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കിതൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഒരു പാൻ നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ മെൽറ്റായതിനു ശേഷം ഒരു സവാള കട്ട് ചെയ്തതിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സവാളയെല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടില്ലേ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് മാത്രം മതി നമ്മുടെ മഷ്റൂം റൈസിന് നല്ലൊരു ഫ്ലേവറും രുചിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലോണം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാൻ അടച്ച് വെച്ച് ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം നല്ലോണം ഇറങ്ങി വരും. അപ്പോൾ തന്നെ മസാലയെല്ലാം നല്ലോണം പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മഷ്റൂം എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവസാനമായിട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് റൈസ് വേണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജീരകശാല അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടതിന് ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ പുതിയ വീഡിയോയുമായി കാണാം.